മുടി കൊഴിയുന്നൊരവസ്ഥ ഇത് നേരിടാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ഇതിപ്പോൾ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരവസ്ഥയാണ്. എപ്പോഴാണ് ഇതൊരു രോഗമായിട്ട് മാറുന്നത്? പുരുഷന്മാരിലോ അല്ലെങ്കിൽ സ്ത്രീകളിലോ ദിവസവും 20 മുതൽ 40 മുടിനാരുകൾ കൊഴിഞ്ഞു പോകുന്നത് സർവ്വസാധാരണയാണ്. പക്ഷേ ഒരു ദിവസം 100, 150 അല്ലെങ്കിൽ അതിലധികം മുടികൾ കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇത് നിങ്ങൾ ചികിത്സിക്കേണ്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. നമ്മൾ കുളിച്ച് തല തോർത്തുന്ന സമയത്ത്, മുടി ചീർപ്പ് കൊണ്ട് വാരുന്ന സമയത്ത്, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തെല്ലാം കിടക്കയിലെല്ലാം നമ്മൾ മുടികൾ കൊഴിഞ്ഞു പോകുന്നത് കണ്ടിട്ടുണ്ടാകും. എന്താണ് ഇതിന് കാരണം? കാരണത്തിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നല്ല ഹെയർ ഓയിൽ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് ആ ഹെയർ ഓയിൽ. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്ത്രാ ആയുർവേദിക് ഹെയർ ഓയിൽ എന്നാണ്. ഞാൻ ഉപയോഗിച്ചതിൽ വെച്ച് ഒരു നല്ല ഹെയർ ഓയിലാണെന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും. ഈ ഹെയർ ഓയിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പുരുഷന്മാരെയാണ്. മുടി കൊഴിയുന്നത്, പ്രായമാകാതെ മുടി നരയ്ക്കുന്നത്, അതേപോലെ താരൻ, ഇതിനെല്ലാം ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പരമ്പരാഗത ഇന്ത്യൻ ആയുർവേദ ഗ്രന്ഥങ്ങളുടെ സഹായത്തോടെ പ്രകൃതിദത്ത ഔഷധക്കൂട്ടുകൾ പിന്തുടർന്നുകൊണ്ട് പുതിയ ടെക്നോളജി പ്രകാരമാണ് ഈ ഒരു ആയുർവേദിക് ഹെയർ ഓയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പുരുഷന്മാർക്ക് വേണ്ടി പ്രത്യേകം രൂപപ്പെടുത്തിയ ആയുഷ് മന്ത്രാലയം വെരിഫൈ ചെയ്ത ആദ്യത്തെ ആയുർവേദിക് പ്രൊഡക്റ്റാണ് ഉസ്ത്രാ ആയുർവേദിക് ഹെയർ ഓയിൽ. സാധാരണ ഹെയർ ഓയിൽ നല്ല ഗുണം തരുന്നുണ്ടെങ്കിലും ഇതിൽ സിലിക്കൺ, അതുപോലെ തന്നെ മിനറൽ ഓയിൽ പോലുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ച് കുറച്ച് കാലം കഴിയുന്ന സമയത്ത് മുടിയുടെ ആരോഗ്യത്തിന് ഇത് പ്രശ്നമാകുന്നുണ്ട്. ഇത്തരം കെമിക്കൽസ് ഒന്നും തന്നെ ഇതിൽ അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുമാത്രമല്ല, 1-2 നല്ല ഇൻഗ്രീഡിയൻസ് അധികം ഇതിൽ അടങ്ങിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള പ്രകൃതിദത്ത ഔഷധങ്ങൾ എന്തെല്ലാമാണ്, ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അശ്വഗന്ധ. നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകും. ഇതുമൂലം മുടിയുടെ സ്ട്രെങ്ത് കൂട്ടുന്നതിനും സ്ട്രെസ്സ് കുറയ്ക്കുന്നതിനും നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഭൃംഗരാജ്. ഇത് നിങ്ങളുടെ ഹെയർ റൂട്ടിലേക്ക് പോകുന്ന സർക്കുലേഷൻ കൂട്ടുകയും തലയോട് എപ്പോഴും തണുപ്പുള്ളതായിട്ട് സൂക്ഷിക്കാനും നിങ്ങൾക്ക് പ്രായമാകാതെ മുടി നരയ്ക്കുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അടുത്തതായിട്ട് റെഡ് ഒനിയൻ. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഇത് നിങ്ങളുടെ തലയിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മുടി വളർച്ച കൂട്ടുന്നതിനും നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നീം. നിങ്ങൾക്കറിയാം, തലയിലെ താരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഇത് തലയിലെ താരൻ അകറ്റാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അടുത്തതായിട്ട് അംല. ഇത് വിറ്റാമിൻ സി അതുപോലെ മിനറൽസ് എല്ലാം ലഭിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇതെപ്പോഴും തലയോട്ടി ക്ലീനായി നിൽക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്നു. അടുത്തതായിട്ട് ഹരാദ്. ഇത് നിങ്ങളുടെ തലയോട്ടിയിൽ ഉണ്ടാകുന്ന ബാക്ടീരിയൽ അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ എല്ലാം തടയുന്നതിന് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അടുത്തതായിട്ട് വെബിതക്ക. നിങ്ങളുടെ തലയിലെ താരൻ അകറ്റുന്നതിന് നിങ്ങളെ സഹായിക്കുന്നു. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. കൂടുതൽ എഫക്റ്റീവ് ആവണമെങ്കിൽ നിങ്ങൾ കിടക്കുന്നതിന് മുൻപ് ഇത് കയ്യിലെടുത്തതിന് ശേഷം തലയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. അതിനുശേഷം രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ കഴുകി കളയുക. എങ്കിൽ ഇത് വളരെ എഫക്റ്റീവായിരിക്കും. ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇത് ഉസ്ത്രയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഓഫർ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാവുന്നതുമാണ്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് മുടി കൊഴിയുന്നത്? ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരിലും സ്ത്രീകളിലും പാരമ്പര്യമായിട്ട് കണ്ടുവരുന്ന കഷണ്ടി തന്നെയാണ് കാരണം. അതായത് നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ അമ്മയുടെ അമ്മ, ഇതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും കഷണ്ടി ഉണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അടുത്തൊരു പ്രധാന പ്രശ്നമാണ് ഫിസിക്കൽ കോസസ്. അതായത് നിങ്ങൾ മറ്റു അസുഖങ്ങൾക്ക് കുടിക്കുന്ന മരുന്നിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് മുടി കൊയ്യാനുള്ള സാധ്യതയും കണ്ടുവരുന്നുണ്ട്. ശരീരത്തിലെ ഹോർമോൺ പ്രശ്നങ്ങൾക്ക് വേണ്ടി സ്റ്റിറോയിഡ് മരുന്നുകൾ കുടിക്കുന്ന ആളുകളിൽ, കീമോതെറാപ്പി ചെയ്ത ആളുകളിൽ, ഇവരിലെല്ലാം തന്നെ മുടി കൊഴിച്ചിൽ സാധാരണയായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ശരീരത്തിൽ പ്രോട്ടീൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലും മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. ഇതിനു മുൻപ് ശരീരത്തിൽ പ്രോട്ടീൻ കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരം കാണിക്കുന്ന അടയാളങ്ങൾ എന്ന് പറയുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുമുണ്ട്. കാണാത്തവർക്ക് ലിങ്ക് താഴെ കൊടുക്കാം, തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ശരീരത്തിൽ വിറ്റാമിൻ്റെ കുറവ്, മിനറൽസിൻ്റെ കുറവ്, ഇതെല്ലാം ഇതിന് കാരണമാകുന്നുണ്ട്. ഒരുപക്ഷെ ക്രാഷ് ഡയറ്റ് എടുത്ത ആളുകൾ, ഉദാഹരണത്തിന് കീറ്റോ ഡയറ്റ്, എഗ് ഡയറ്റ്, അതുപോലുള്ള ഡയറ്റ് എടുത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് മനസ്സിലാകും. അവർക്ക് ഈ ഡയറ്റ് എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും മുടി കൊഴിച്ചിൽ അനുഭവപ്പെട്ടിട്ടുണ്ടാകും. അടുത്തൊരു പ്രധാന പ്രശ്നമാണ് സ്ട്രെസ്സ് എന്ന് പറയുന്നത്. ജീവിതത്തിൽ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ലൈഫിലായാലും പഠനത്തിൻ്റെ കാര്യത്തിലായാലും ജോലിയുടെ കാര്യത്തിലായാലും എല്ലാം തന്നെ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവരിലെല്ലാം തന്നെ സാധാരണയായിട്ട് മുടി കൊഴിച്ചിലും കാണപ്പെടാറുണ്ട്. ഇനി ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം ഇതിൻ്റെ കാരണം അറിഞ്ഞാൽ മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. പല കാരണങ്ങൾ കൊണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുടി കൊഴിച്ചിൽ കാണപ്പെടാറുണ്ട്. അതിൻ്റെ കാരണം ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് ചികിത്സിക്കുക എന്നുള്ളതാണ്.
നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് തലയോട്ടി നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക, അതുപോലെ തന്നെ ഡ്രൈ ആവാതെ നോക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് മുടി കൊഴിച്ചിലുണ്ടാകാനുള്ള കാരണങ്ങൾ, ഇതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും, ഇതെങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല ഇൻഫർമേഷനുമായി നമുക്ക് വീണ്ടും കാണാം. ഇസ്മി ബിൻ സൈനിങ് ഓഫ്.